ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ ബ്ലാക്ക് വ്യൂ ആക്റ്റീവ് 10 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെഗഡ് ടാബ്ലറ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ ആക്റ്റീവ് 10 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 30,000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ടാബുകളിൽ തന്നെ കൂടിയ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 mAh അതുപോലെ തന്നെ 11,000 mAh ഒക്കെയാണ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 30,000 mAh ബാറ്ററി വരുന്നത്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുമാത്രമല്ല 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IP68, 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെയാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഈ ഒരു ടാബ്ലറ്റ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 400 ലൂമൻസിൻ്റെ ലൈറ്റാണ് വരുന്നത്. അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 MP മെയിൻ ക്യാമറ സെൻസർ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇത് സാംസങ് HM6 സെൻസറാണ്. അതുപോലെ തന്നെ 20 MP ഒരു IR നൈറ്റ് വിഷൻ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പൊതുവേ ടാബുകളിൽ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ കാണാറില്ല. ഇപ്പോൾ ടാബ് എന്ന് പറയുന്നത് പൊതുവേ അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഒന്നുമല്ല. അതുകൊണ്ട് 8 MP അല്ലെങ്കിൽ 13 MP ക്യാമറ സെൻസറൊക്കെയാണ് വരാറ്. പക്ഷേ ഇതിലങ്ങനെയല്ല. 108 MP മെയിൻ ക്യാമറ സെൻസറും 20 MP നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഫ്രണ്ടിലും മികച്ചൊരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമറ പെർഫോമൻസിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാർമൺ ഓഡിയോ EFXന്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. എന്നാലും ഹാർമൺ കാർഡിന്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 26,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ടാബിലിൻ്റെ കാര്യത്തിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 24 GB റാം കൂടി എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടോട്ടലായിട്ട് 36 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള DocOS സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 10.95 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ് ടാബുകളുടെ കാര്യത്തിൽ. ഇപ്പം നമ്മൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ ഓക്കെയാണ്. പിന്നെ ഏകദേശം 85% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നുണ്ട്. ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 360 nits ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിന്റെ ബ്ലാക്ക്, ഓറഞ്ച് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 1214 ഗ്രാമാണ്. വളരെ വെയിറ്റ് കൂടിയ ഒരു ടാബ്ലറ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുന്നതായിരിക്കും. അതുമാത്രമല്ല തിക്നെസ്സും വളരെ കൂടുതലാണ്. 19.5 mm ആണ് തിക്നെസ് വരുന്നത്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ തിക്നെസ് വളരെ കൂടുതലാണ്. സാധാരണ ടാബുകളിൽ കാണുന്നതിനെക്കാട്ടിലും 3 ഇരട്ടിയിൽ കൂടുതൽ തിക്നെസ് ഉണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ $309.99 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 26,300 രൂപ പ്രൈസ് റേഞ്ചിൽ. AliExpressലൊക്കെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം അവൈലബിൾ ആണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും
അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടാബിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ബാക്കി തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വെയിറ്റും തിക്നെസ്സും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ടാബ് ആയിരിക്കും ഇത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല, കാരണം വെയിറ്റും തിക്നെസ്സും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും BlackView Active 10 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.